എല്ലാവർക്കും ടെക്ലേ മൾട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന പോക്കോ F7 കുറിച്ചാണ്. സോ ഇത് ചൈനയിൽ റെഡ്മി ടർബോ 4 പ്രോ എന്ന് പറഞ്ഞ ഫോണായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഏർലി ആ ടൈമിലൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ലോഞ്ച്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പെർഫോമൻസ് മോൺസ്റ്റർ തന്നെയാണ്. പ്രൈസ് റേഞ്ച് അടിപൊളിയാണ്. ഒരു സ്പെക്ക് കംപ്ലീറ്റ് ലീക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒഫീഷ്യലി ലോഞ്ച് കഴിഞ്ഞാണ് അവിടെ. സോ അതുകൊണ്ട് തന്നെ ആ സ്പെക്ക് തന്നെ ആയിരിക്കും ഇന്ത്യയിലും വരാൻ പോകുന്നത്. സോ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ മേളിക്കുന്ന സ്മാർട്ട് ഫോൺ ആണത്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. ബിൽഡ് ക്വാളിറ്റിയും ഈ പ്രാവശ്യം നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 8 mm ആണ് നമുക്ക് തിക്നെസ് വരുന്നത്. 219 ഗ്രാമാണ് വെയിറ്റ്. സ്ലൈറ്റ്ലി വെയിറ്റ് കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മാറ്റ് ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. പിന്നെ അലൂമിനിയം ഫ്രെയിം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ IP68 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പോക്കോ ഈ പ്രാവശ്യം ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ടോപ്പ് നോച്ച് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളി തന്നെയാണ്. ഡിസ്പ്ലേ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ 1 ടൺ ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.83 ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് 1.5K 120 Hz 12-bit AMOLED പാനൽ ആണ്. 3200 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3840 Hz PWM ഡിമ്മിങ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. ഡിസ്പ്ലേ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. വാരിക്കോരിയാണ് സ്പെക്ക് കൊടുത്തേക്കുന്നത്. അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. കണ്ടന്റ് കൺസംഷനൊക്കെ പറ്റിയ ഡിസ്പ്ലേ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഹയറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 24-bit 192 kHz ആണ് മാക്സിമം സപ്പോർട്ട് വരുന്നത്. സോ ഓഡിയോയുടെ കാര്യത്തിൽ ഒരു കുറവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ നമുക്കറിയാം 3.5mm ജാക്കപ്പ് ആരും കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പെർഫോമൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു വലിയ ജമ്പ് തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 8S Gen 4 ആണ്. ഇതൊരു കിടുക്കൻ ചിപ്സെറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ 8 Gen 3യും 8Lന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ചിപ്സെറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പെർഫോമൻസ് ഒക്കെ കിടുക്കമാണ്. ഇതിന്റെ സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് എഫിഷ്യൻസി കോഴ്സ് എന്ന സാധനം ഇല്ല. പ്രൈം കോറും പെർഫോമൻസ് കോഴ്സും മാത്രമേ ഉള്ളൂ. X4ഉം A720 മാത്രമേ ഉള്ളൂ. നമ്മുടെ A5 സീരീസ് ഉണ്ടല്ലോ, A520 ഒന്നും ഇല്ല. ഫുൾ പെർഫോമൻസ് കോഴ്സ് ആണ് വരുന്നത്. Adreno 825 ആണ് GPU വരുന്നത്. LPDDR5X റാമും UFS 4.1 സ്റ്റോറേജ് ആണ് വരുന്നത്. സോ ടോപ്പ് നോച്ച് പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ കിടുക്കലാണ്. 21,52,211 ആണ് ഇതിന്റെ ടോട്ടൽ സ്കോർ വരുന്നത്. CPU 4,52,921. GPU ആണ് കിടുക്കൻ. 9,25,628 ആണ് ഇതിന്റെ GPU സ്കോർ വരുന്നത്. സോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും 8 Gen 3 ഫാസ്റ്റർ ആയിട്ടുള്ള GPU ആണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. കിടുക്കൻ പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ OS ആണ്. OS നമ്മൾ പറയുകയാണെങ്കിൽ HyperOS 2.0 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ആയിരിക്കും ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പോക്കോയാണ്, പറയാൻ പറ്റത്തില്ല എത്ര അപ്ഡേറ്റ്സ് കൊടുക്കും എന്നുള്ളത്. HyperOSന്റെ നമ്മൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല OS തന്നെയാണ്. നല്ല UI തന്നെയാണ്. അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മളിത് ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ക്യാമറ ഫോൺ അല്ല, ഇത് പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. പ്രൈമറി നമുക്കൊരു 50 മെഗാപിക്സൽ f1.5 ആപ്റ്റർ വരുന്ന ക്യാമറയാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആണ് മാക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡറി 8 മെഗാപിക്സൽ f2.2 അൾട്രാ വൈഡ് 1080p 30 FPS. കാര്യം നമുക്ക് അറിയാമല്ലോ, അതിന്റെ ക്വാളിറ്റി നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. 8 മെഗാപിക്സൽ ആണ്. പിന്നെ സെൽഫി ആണെങ്കിൽ നമുക്ക് 20 മെഗാപിക്സൽ f2.2 സെൽഫി ക്യാമറ ആണ് വരുന്നത്. 1080p 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ സെൽഫി അത്യാവശ്യം കുഴപ്പമില്ല. ശരിക്കും ചെറുതായിട്ട് ഓവർ ബ്ലോൺ ആവുന്നുണ്ട്. നമുക്ക് HDR പെർഫോമൻസ് സ്ലൈറ്റ്ലി ബെറ്റർ ആക്കാനുണ്ട്. നമുക്ക് ചൈനീസ് വേരിയന്റ് ആണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ സ്കിൻ ടോൺസും കുറച്ച് കാര്യങ്ങൾക്ക് ഒപ്റ്റിമൈസ് ആവും. കുറച്ചുകൂടി ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് അവർ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് മാർക്കറ്റിട്ട് പോകുമ്പോൾ അവർ അതൊക്കെ ആ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. സോ നെക്സ്റ്റ് നമ്മൾ ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കിടുക്കൻ ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. 7550 mAh ബാറ്ററിയാണ് വരുന്നത്. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 90 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. 22.5 വാട്ടിന്റെ റിവേഴ്സ് വൈഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 0 to 100% 50 മിനിറ്റ് ഉണ്ടോ, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ അടുത്തുകൊണ്ട് നമുക്ക് 7550 mAh ബാറ്ററി ഫിൽ ആവും. സോ എങ്ങനെ ഒരു 2 ദിവസം ബാറ്ററി ഉറപ്പാണ്. ഹെവി യൂസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും കിട്ടും ബാറ്ററി. ഇത് പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ തന്നെ. കാരണം ഡിസ്പ്ലേ അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളിയാണ്, ബാറ്ററി അടിപൊളി. ഇത് മൂന്നാണല്ലോ വേണ്ടത്. അത് കിടുക്കാനായിട്ട് തന്നെ പോക്കോ കൊടുത്തിട്ടുണ്ട്. കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 12 5G ആണ് വരുന്നത്. Wi-Fi 7 വരുന്നുണ്ട്. Bluetooth 5.4 വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. NFC വരുന്നുണ്ട്. ഇന്ത്യയിൽ വരുമ്പോൾ NFC വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചൈനീസ് വേരിയന്റിൽ NFC വരുന്നുണ്ട്. പിന്നെ USB Type-C 2.0 ആണ് വരുന്നത്. സോ കണക്ടിവിറ്റി ഫീച്ചേഴ്സിലും ഒരു കുറവും വരുത്തിയിട്ടില്ല. പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3-4 വേരിയന്റ് വരും.
ഇന്ത്യയിൽ ഏതൊക്കെ വേരിയന്റ് വരും എന്ന് എനിക്കറിയില്ല. പക്ഷെ ചൈനീസ് തന്നെ ചൈനയിലെ മാർക്കറ്റബിൾ നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ 12 GB റാമും 256 GB സ്റ്റോറേജും ആണ്. അത് തന്നെ ആയിരിക്കും ഇവിടെയും സ്റ്റാർട്ടിംഗ് ആയിട്ട് വരാൻ പോകുന്നത്. പിന്നെ 12 GB റാമും 512 വരാൻ പോകുന്നത്. നമ്മളൊരു എക്സ്പെക്ടഡ് പ്രൈസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 22,000 തൊട്ട് 28,000 ആ റേഞ്ച്, അണ്ടർ 30K ആയിരിക്കും സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. അണ്ടർ 30K ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. വേറെ ഒരു ഫോൺ ഇന്ത്യയുടെ അടുത്ത് വരത്തില്ല. ഡിസ്പ്ലേ നല്ലതാണ്. ബിൽഡ് ക്വാളിറ്റി ഇപ്രാവശ്യം നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ട് അലൂമിനിയം ഫ്രെയിം, IP68 റേറ്റിംഗ് എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഡിസ്പ്ലേ അടിപൊളിയാണ്, വലിയ ഡിസ്പ്ലേ ആണ്. സോ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ, കാരണം 9 ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ വൺ ഹാൻഡ് യൂസേജൊക്കെ അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല വൺ ഹാൻഡ് യൂസേജിന്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ് പ്ലസ് ഫിംഗർ സ്കാനർ ശരിക്കും താഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. പിന്നെ പെർഫോമൻസ് ടോപ്പ് നോച്ച് ആണ്. ക്യാമറ അത്ര പോരാ, ക്യാമറ ഫോൺ അല്ല ശരിക്കും. പിന്നെ ബാറ്ററി അടിപൊളി തന്നെ. സോ നിങ്ങൾക്ക് ഒരു 30,000 രൂപ താഴെ ഒരു ഗെയിമിംഗ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഫോൺ തന്നെയാണ്. ഇപ്പോൾ എടുക്കേണ്ടത്. നിങ്ങളാരും വെയിറ്റ് ചെയ്യുക, സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ മറ്റു സ്മാർട്ട് ഫോൺ എടുക്കാണ്ട് ഈ ഫോൺ വന്നവരൊന്നും വെയിറ്റ് ചെയ്യാം. സോ ഗായ്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ പോക്കോ F7. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.